അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SR മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, വ്യത്യസ്തമായ നല്ല കിടിലൻ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ ഷുക്കൂറിന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഏകദേശം 3 സെന്റിൽ ഒതുങ്ങുന്ന 1100 സ്ക്വയർ ഫീറ്റിൽ 20-22 ലക്ഷം കൊണ്ട് പണി തീർത്ത നല്ല കിടിലൻ വീട്. വലിയ ആർഭാടമില്ല, എന്ന ആർഭാടത്തിന് കുറവുമില്ല എന്ന രീതിയിൽ നല്ല ഒതുങ്ങിയ അടിപൊളി വീടാണ് നിങ്ങൾക്കിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീടിൻ്റെ നല്ല നല്ല കാഴ്ചകളും, പക്ഷെ കൊടകിലും ഇതുപോലത്തെ നല്ല നല്ല വീടുകൾ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നല്ല മോഡലായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നതിന് തെളിവാണ് ഈ ഒരു വീടിൻ്റെ നല്ല നല്ല കാഴ്ചകളിലേക്കും ശേഷം ഈ വീടിൻ്റെ കുടിരിക്കലുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്കും നമുക്ക് പോകാം. ഇതാണ് വീടിൻ്റെ ഒരു പുറംഭാഗം കേട്ടോ. മാഷാഅല്ലാഹ് നല്ല അടിപൊളിയായിട്ടാണ് പുറംഭാഗം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വീടിൻ്റെ നല്ലൊരു കാർ പോർച്ച് കണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അടിപൊളിയാണ്. ഈ വർക്കും കാര്യങ്ങളൊക്കെ നല്ല മെറ്റാലിക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുള്ളത്. പിന്നെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് വളരെ മനോഹരമായിട്ട് ഈ വീടിൻ്റെ പണി തീർത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലത്തെ ഈ ഒരു ഷേപ്പ് കണ്ടോ, ഇതൊക്കെ നല്ല കിടിലനായിരിക്കും. നല്ല അടിപൊളി മോഡലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജനലും കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ സ്റ്റീൽ വർക്കാണ്. സാധാരണ നമ്മളെ കേരളത്തിലുള്ള ആളുകൾ പണി തീർക്കുന്ന ഒരു തറവാട് വീടുകളൊക്കെ ചെയ്യുന്ന ഒരു മോഡലിലാണ് ഈ ഒരു പിന്നെ കൊടുത്തിട്ട് ഈ ഒരു സ്ട്രക്ചറൊക്കെ ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ കൊടകിലുള്ള ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുണ്ട്. ഇത് നമ്മൾ തുടക്കും തോറും ഇതിൻ്റെ പോളിഷും കാര്യങ്ങളൊക്കെ വൃത്തിയായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ നേരെ കയറി വരുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് ഷേപ്പ് നല്ല വർക്കിംഗ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഫ്രണ്ടിലൊരു 5 അടി 6 അടി പൊക്കത്തിലാണ് ഇത്രയും ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഡോറിന്റെ വർക്കും അതേപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല പോളിഷും കാര്യങ്ങൾ. ഇതിനും ഫിനിഷിങ്ങിന് വർക്ക് ഇതിനും നടക്കാനുണ്ട്. എന്നാലും പെട്ടെന്നായതുകൊണ്ട് തന്നെ അത്യാവശ്യം മോഡലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലോക്കും കാര്യങ്ങളൊക്കെ ഇത് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ഒരു മോഡലാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണത്. പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടത് നല്ല വീതിയിലാണ് ഈ കട്ടപ്പടിയൊക്കെ കൊടുത്തിട്ടുള്ളത്. മാഷാഅല്ലാഹ്. ഇത് കഴിഞ്ഞാൽ നേരെ ഫ്രണ്ട് കയറുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം ഒരു 10-15 ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഉണ്ടോ. പിന്നെ ഈ കബോർഡിൻ്റെ ഉള്ളിൽ നല്ലൊരു അടിപൊളി ബ്ലൂ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വുഡ് കൊണ്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വിച്ച് ബോർഡ് ആണെങ്കിലും നല്ല മോശമില്ലാത്ത ക്വാളിറ്റിയിലാണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ നേരെ വന്നാൽ ഇവിടെയും റെഡിമെയ്ഡ് ഡോറാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നല്ല നമ്മൾ പണി ചെയ്യിപ്പിച്ച ഡോറ് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഡോറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ടൈൽസാണ്, പക്ഷേ ഒരു ഗ്രാനൈറ്റിൻ്റെ ലുക്കിലാണ് ഈ ടൈൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെയൊക്കെ 3 കള്ളിയിലുള്ള ജനവാതിലുകളാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല ബ്ലൂ കളറാണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പിന്നെ വാട്ടർ പ്രൂഫാണ് കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസമില്ല. പിന്നെ ഡൈനിങ് ആണ് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ നടുവിലായിട്ടൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ആർച്ച് മോഡൽ ഏതൊരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കണ്ടോ പ്രത്യേകിച്ചിട്ടൊരു വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ. ഇതൊക്കെ കൈകൊണ്ട് ചെയ്താണ്, എന്നാലും അതിമനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ കളർ കോമ്പിനേഷന്. ഇങ്ങനെയുള്ള ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് കർട്ടൻ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യാം. ഇതൊരു പാസേജ് ആണ് ഇങ്ങനെ പോകാൻ. പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഭാഗത്ത് ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഇത് അത്യാവശ്യം റൂം അത്യാവശ്യം ഒരു 9x9 എന്ന കണ്ടീഷനിലാണ് റൂമൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം 2-3 എടുക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ബെഡ് ഇട്ട് കഴിഞ്ഞാലും ബാക്കി നിസ്കരിക്കാനും അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തൊട്ടിൽ കെട്ടാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ മേലെ റാക്ക് കൊടുത്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഡ്രസ്സ് തൂക്കാൻ പറ്റിയ സംവിധാനത്തിന് വേണ്ടി ഇതിൻ്റെ ബാക്കിൽ ആങ്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വിച്ച് ബോർഡ്, ബെഡ് സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ എല്ലാം അടിപൊളി ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് തന്നെ ഒരു റൂമുണ്ട്. ഇതിൽ തന്നെ ടോട്ടൽ 3 ബെഡ്റൂമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ ഒരു 10x10 വലിയൊരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ബെഡ് സ്വിച്ചും അതുപോലെ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വിച്ച് ബോർഡ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കബോർഡുണ്ട്. പിന്നെ നല്ല അടിപൊളി ഫാന്. പിന്നെ നിലത്തുള്ള ഒക്കെ മാർബിൾ ടൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു നോർമലായിട്ടുള്ള വീടാകുമ്പോൾ കോമൺ ബാത്റൂം എപ്പോഴും അത്യാവശ്യമാണ്. കാരണം ബെഡ്റൂമൊക്കെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടും. അപ്പോൾ കോമൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ മുകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഇതിനുള്ളിലുള്ള ആൾക്കാർക്ക് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇവിടെ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോർ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർ പ്രൂഫാണ്.
വെള്ളം നട്ടിയാലും ഒന്നും കംപ്ലൈൻ്റ് ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വാഷ് മെഷീൻ ഉണ്ട്, പിന്നെ നല്ല ഷവർ ഉണ്ട്, സീസർ കൊടുത്തിട്ടുണ്ട്, പിന്നെ നല്ല മോഡൽ യൂറോപ്യൻ ടോയ്ലറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ഹാളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് ഈ ഒരു കോണിപ്പടി എല്ലാം മനോഹരമായിട്ടാണ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് കണ്ടോ. കൊടുത്തിട്ടുള്ളത് ഇവിടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇത് മരമുണ്ട് പ്ലസ് സ്റ്റീലും ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ ഈ കോണി വന്നാലും ഈ ഡൈനിങ് ഹാളിന് ഒരു മുടക്കം വരുന്നില്ല. കാരണം ഇവിടെ ചോറ് കഴിക്കാനും പറ്റി ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊന്നുമില്ലാതെ ഇത്രയും സ്ഥലം ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇൻവെർട്ടറും കാര്യങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത് ഭംഗിയാവും. പിന്നെ ഇവിടെ നല്ല മോശമില്ലാത്തൊരു LGയുടെ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരാനില്ല. കാരണം ഇത്രയും സ്ഥലം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര സ്ഥലം മാത്രമേ ഇവിടെ പോയിട്ടുള്ളൂ. ഒരു 2-3 അടി മാത്രമേ നമുക്കിവിടെ സ്ഥലം വേസ്റ്റ് ആയി പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിട്ടൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിക്ക്, ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. മുകളിൽ പാത്രങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ റാക്ക് കൊടുത്തിട്ടുണ്ട് 2 തട്ടിലായിട്ട്. ഇനി ഇതെല്ലാം കബോർഡൊക്കെ അടിച്ചിട്ട് ഫിനിഷിംഗ് ആവും ഇൻഷാ അല്ലാഹ്. ഇപ്പം തൽക്കാലം പെട്ടെന്ന് കൂടിയിരുന്നത് കൊണ്ടാണ് ഇത്രയും വർക്കുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നല്ല അതിമനോഹരമായിട്ടാണ്, ന്യൂ മോഡലായിട്ടാണ് ഈ ഒരു ടൈൽസ് ഉണ്ട്. ഇത് വളരെ വാൾ ടൈൽ, ഇത് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഭംഗി കൂട്ടാനുള്ള ഗാലക്സി അല്ലേ, ഗ്രാനൈറ്റിൽ തന്നെ ഗാലക്സി എന്ന് പറയുന്ന കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ഡോട്ട്. തുടക്കം തോറും ഇതിന്റെ തിളക്കവും പിന്നെ കളറും നന്നായി കൂടി വരും. അപ്പം അങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്യാസ് കാര്യങ്ങൾ, ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതും ഒരു പ്രത്യേകതരം കിച്ചണിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ടൈൽസ് ആണ്. ഇവിടെ മുകളിലാണ് സാധനങ്ങൾ ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡോറും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ കയറിയിട്ട് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ രൂപത്തിൽ അതിമനോഹരമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുറന്ന് പുറത്ത് വരികയാണെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ മറ്റൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്ര പണി മാത്രമാണ് ചേർത്തിട്ടുള്ളത് അല്ലേ. പിന്നെ വീടിൻ്റെ ഓണൊക്കെ എന്താ പറയാനുണ്ടോ? ചെയ്തതല്ലേ, കേരളക്കാരാണ്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി ബാക്കിയുള്ളത് ഈ ഒരു സ്റ്റെപ്പാണ്, സ്റ്റെയർ കേസാണ്. കേരളത്തിലധികം വീടിനുള്ളിൽ നിന്നാണ് കൊടുക്കാറ് പതിവ്. അപ്പോൾ അതേപോലെയാണ് കൊടകിലും കൊടുത്തിട്ടുള്ളത്. കുറേ ആളുകൾ സ്റ്റെയർ കേസ് വീടിന് പുറത്തുനിന്നാണ് കൊടുക്കാറ് പതിവ്. കാരണം ഒരു കാര്യങ്ങളൊക്കെ പോകുന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ ഇനി ഇവിടെ നിസ്കാര റൂം മറ്റുള്ള സംവിധാനമൊക്കെ ഇവിടെ ചെയ്യും. ഈ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തു പോകണമെങ്കിൽ വീടിൻ്റെ പുറത്തൊക്കെ ഒരുപാട് സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മുകളിലൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ അതും പിന്നീട് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ഡൈനിങ് ഹാളിലേക്കും കിച്ചണിലേക്കും നല്ല എയർ, അതുപോലെ നല്ല വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടി ഇവിടെ അതിമനോഹരമായിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഇവിടെ കാണാനുണ്ടോ, നല്ല വെളിച്ചമുണ്ടോ. അപ്പം അങ്ങനെ ഒരുപാട് വർക്കുകളാണ് ഈ ഒരു ചെറിയൊരു ഒതുങ്ങിയ വീട്ടിൽ ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഷുക്കൂർ ഭായ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെയ്യാൻ വേണ്ടി നാഥൻ തുണച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാണ് നമ്മളെ ഈ വീടിൻ്റെ ഓണർ, ഷുക്കൂറാണ്. അപ്പോൾ ഏകദേശം ഒരു 4-5 വർഷം 6 വർഷത്തോളം മെനക്കെട്ട് ഘട്ടം ഘട്ടമായിട്ട് തീർത്ത ഒരു വീടാണ്. കാരണം വിദേശത്ത് ജോലി ആയതുകൊണ്ട് സ്ഥിരം ഇവിടെ ഉണ്ടാവാറില്ല. വരുന്ന സമയത്തൊക്കെ തീർത്ത ഒരു പണിയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല അതിമനോഹരമായ വീടാണ്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? ആരെങ്കിലും വീട് കെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേശയായിട്ട് ബന്ധപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും കൊടകിലാണ് ഏറ്റവും കൂടുതൽ മോഡലായിട്ട് നമുക്ക് വീടുകൾ വേണ്ട ആളുകൾ ബന്ധപ്പെടേണ്ടത്. കേരളക്കാർക്ക് പിന്നെ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായ പ്ലാനുകളും വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷുക്കൂറിൻ്റെ നമ്പർ ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ബന്ധപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ഇന്റീരിയർ ഡിസൈനിങ്ങും ഔട്ട്ലുക്കും അല്ലെ പെയിന്റിങ്ങും മറ്റുള്ള വർക്കും കാര്യങ്ങളൊക്കെ അതിമനോഹരമായി ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഷുക്കൂർ ബന്ധപ്പെടുത്തി തരുന്നതായിരിക്കും. പിന്നെ ലൈറ്റിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഉള്ളിൽ ക്യാമറയുടെ ചെറിയൊരു പാഴ്ചയൊക്കെ കാണുന്നത്. ഈ വീട് കുടിയിരിക്കലുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ ഒരു കാഴ്ച കണ്ട് വരിക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് حي على الفلاح لا إله
توصل بهم فوائد جلية رضي الله عنهم ونفعنا بهم في رضي الله عن هذه البائر رضي الله عن الشهداء والسلام بسم الله وبالهادي رسول الله وكل مجاهد أكثرهم لا يعينان إنا جعلنا في أعناقهم أغلالا وجعلنا من بين أيديهم. അതിരാവിലെ കുടിയിരിക്കലും നിസ്കാരം മൗലൂദൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നൂൽപുട്ട് നെയ്പ്പത്തിൽ എന്നുള്ളത് അത് ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ വേണ്ടി പോവാണ്. اللهم بارك لنا في بيتنا هذا وفي ضيافتنا وردة نعمة دائمة كما باركت على عبادك الصالحين. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാട്ടോ ഇനി ഉസ്താമാർ നമ്മൾ നേരെ കൊണ്ടാക്കാൻ വേണ്ടി പോകണം. ഇൻഷാ അല്ലാഹ് ഞാൻ അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ട്രിപ്പ് രണ്ടാമത്തെ കഴിഞ്ഞോ. മൂന്നാമത്തെ ഫുഡ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലത്തെ ഓണറുണ്ട്, ഓണറിന് അനിയനുണ്ട്. എല്ലാവരും ഫുഡ് അളിയാ എങ്ങനെയുണ്ട്? ഇന്നലെ ക്ഷീണമെല്ലാം മാറിയാ? നമ്മള് ഷുക്കൂറിന് കുടിയിരിക്കലിന്റെ ഭാഗമായിട്ട് ഉച്ച സമയത്ത് ഇവിടെ എത്തിയാട്ടോ. അപ്പോൾ നല്ല അടിപൊളി വെള്ളമായിട്ട് അബുദായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അസീസ് ചേട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അസീസിരുന്ന് കുടിക്കുകയാണ്. ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടിക്ക് തുടക്കം കുറിക്കാം. അപ്പോൾ 500-ഓളം വരുന്ന ആൾക്കാർക്കുള്ള ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ സംസു. അപ്പൊ ഫുഡ് സപ്ലൈ തുടങ്ങാൻ വേണ്ടി എല്ലാവർക്കും ഫുഡ് ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. അപ്പൊ ബാക്കിൽ കാണുന്ന വീട് വിഷയം. അപ്പൊ കുക്കിംഗ് സെക്ഷൻ ഇവിടെ ബാക്കിലാണ്. അപ്പൊ നമ്മൾ കാണാം. അപ്പൊ നല്ല കുക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുഡ് വളമാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് കബാബിന്റെ സീൻ കാണാം. എനിക്ക് എങ്ങനെയുണ്ട് മനസ്സിലാവും. അപ്പൊ അവിടെ അതിന്റെ പരിപാടി നടക്കും. ഇവിടെ നല്ല ബിരിയാണിന്റെ മസാല തുടങ്ങിയിട്ടുണ്ടല്ലോ കേട്ടോ. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. ചെറുത്ത് മിക്സ് ആക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പാത്രങ്ങളൊക്കെ ലെവൽ ചെയ്ത് ഇവിടുന്ന് ചോറും കാര്യവും സാധനങ്ങളും മസാല പാത്രത്തിലാക്കിയിട്ട് ഇവിടുന്ന് നേരെ പന്തലിലേക്ക് സപ്ലൈ ആണ് കേട്ടോ. ഇവിടെ കൂടുതലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ബിരിയാണി ഒക്കെ വെച്ച് സംസ ഏറ്റിക്കൊണ്ടാട്ടോ. അപ്പൊ ഞാനും ബാക്കില് ഒരു സാമ്പാർ എടുത്ത് പോട്ടാ. അച്ചാറുണ്ട്. നമുക്ക് നേരെ പന്തലിലേക്ക് ഇവിടെ ഫുഡ്. അപ്പോൾ കബാബ് ഉണ്ട്. കാലുഭായി കുറച്ച് പൊടിയെല്ലാം കൂടി നമുക്ക് നല്ല അടിപൊളി കബാബ് എന്നിട്ടൊരു
തബറുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ഒരു പിടി. ആരും വിഷമം വിചാരിക്കരുത് കേട്ടോ. നമ്മൾ പണിയെടുത്തോണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടെന്നാണ് കാലുവായി. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ വെച്ചിട്ട് നമ്മള് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. സാമ്പാർ എല്ലാവരും കയ്യിൽ കുടിക്കുമ്പോൾ നമ്മൾ കോപ്പയിലാണ് എടുക്കുന്നത്. എന്തുണ്ടോ ലേറ്റ് ആയിട്ട് മതി, നല്ല ഉഷാറായിട്ട് അടിച്ചോട്ടോ. ആള് ഗൾഫിൽ പോയിട്ട് തടിയിച്ചതാണ്. നമ്മളെ ചാനലൊക്കെ ലാപ്ടോപ്പ് സമ്മാനമായി തരാന്ന് പറഞ്ഞാണ് അള്ള വർക്കത്തായിട്ട്. അപ്പൊ തരും. അപ്പൊ എങ്ങനെയുണ്ട് പോലെ? ഒന്നും പറഞ്ഞില്ലല്ലോ കബാബിന്റെ ടേസ്റ്റ് ഒന്നെങ്കിൽ പറയും. കബാബിന് നല്ല പരട്ടി മസാല പരട്ടി 2 മണിക്കൂർ വെച്ച പിന്നെയാണ് എണ്ണ ഇട്ടല്ലേ, അപ്പൊ അതുകൊണ്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മളെ അബുതാരി പറയുന്നുണ്ട് നല്ല പൊളിയാണ്, നല്ല പൊളി സാധനമാണ്. അപ്പൊ നമ്മൾ കൊടകിൽ സാമ്പാർ വെച്ച് തിന്ന ഒരു പതിവാട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ദാള് പോലത്തെ സാധനം വെച്ചിട്ടുള്ളത്. സംഭവം ഇത് മട്ടൻ ബിരിയാണിയാണ്. ഇതിന്റെ അടിയിൽ കണ്ടോ പീസൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്നും പറയാനില്ല, ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. 10 മിനിറ്റ് അതിന്റെ ഉള്ളിൽ ഇതാ ഫുള്ള് അടിച്ച് തകർത്ത് കളഞ്ഞാട്ടാ. അതവിടെ കുമ്പം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് ഒരാള്. ശേഷം സംസ കയ്യേക്കാട്ടാ. ഫുള്ള് തീറ്റ അല്ലെ, ഒഴിവില്ലാത്ത തീറ്റ. ഷുക്കൂറിന്റെ വീട്ടില് വീട് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മഹത്തായ മഹദറത്തുൽ ബദരിയ മജ്ലിസ് നടത്തണമെന്ന് മഹാന്മാരായ ബദരീങ്ങളുടെ പേരിലുള്ള മജ്ലിസും അതുപോലെ തന്നെ ഔസുൽ ആളമിന്റെ പേരിലുള്ള കുത്തുബിയത്തും നടത്താൻ കഴിഞ്ഞത് വളരെ അനുഗ്രഹമാണ്. ജീവിതകാലത്തുടനീളം അവരുടെ കാവലും ബറക്കത്തും ഈ വീട്ടിലും ഈ വീട്ടിൽ താമസിക്കുന്നവർക്കും അനുഗ്രഹിക്കാൻ വേണ്ടി വലിയ ഒരു വസീലയാണ് ഈ മഹത്തായ ബദരിയത്തിലും മഹദറത്തുൽ ബദരിയ കൊണ്ടും അതുപോലെ തന്നെ കുത്തുബിയത്ത് കൊണ്ടും നാം ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള അവരുടെ മദതും അവരുടെ എല്ലാവിധ തിരുനോട്ടവും ഈ വീട്ടുകാർക്കും ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ ഓരോരുത്തർക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാവും. എല്ലാം അല്ലാഹു ഹസ്സിലാക്കി തരുമാറാകട്ടെ. ഞങ്ങൾക്ക് തൗഫീഖ് أجمل خير الفريقين إياك نستعين صراط المستقيم صراط الذين أنعمت عليهم وسرريك بوليك كتبنا محي الدين عبد القادر الجيلاني. الحمد لله حمدا دائما أبدا والشكر شكرا عظيما واصبا أبدا ثم الصلاة على باقي الأنام ردا والآل والصحب والتباع في الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني يا محي الدين عبد القادر الجيلاني حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد برحمتك يا أرحم الراحمين صلى الله تعالى وسلم. കുത്തുബിയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ജനങ്ങളുടെ സഹകരണമൊക്കെ ഉസ്താദന്മാരൊക്കെ കുത്തുബിയത്ത് കഴിഞ്ഞ് ക്ഷീണത്തിലാണ് കേട്ടോ. ഇനി നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. മോലിതും കുത്തുബിയത്തൊക്കെ കഴിഞ്ഞിട്ടാ ഇനി ഫുഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബുറുക്കിന്റെ കൂടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? നല്ല പരിപാടി, നല്ലൊരു മജ്ലിസ്, റാഹത്തായിരുന്നല്ലേ? അൽഹംദുലില്ലാ നല്ല റാഹത്തായി. ഇവരൊന്ന് രാവിലെ എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരാട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവര് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുകയാണ്. ഇവിടെ 4 പൊറോട്ട ഇട്ട് കൊടുക്കണേ. ഇത് നമ്മളെ ആളെ നല്ല കുത്തു പൊറോട്ട അടിയപ്പ. ഇവിടെ 4 പൊറോട്ട ഇട്ട് കൊടുക്കണേ. എന്താണ് പിടിക്കേണ്ടെന്നാണല്ലോ കൈ കാണിച്ചാണോ? നല്ല പൊറോട്ട വേണ്ടത്
അത് ശരി. ഇത് വേണ്ട ഇങ്ങനെ ആക്കിയപ്പോ അപ്പൊ രാത്രി ആയതുകൊണ്ട് ചെറിയൊരു വെളിച്ചക്കുറവുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ കൂടി ഇരുന്നിട്ടുണ്ട് ഒരു തലേന്ന്. എല്ലാവരും ഉറക്കം തൂങ്ങിയിട്ടും മറ്റൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഇത്രയും നേരം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുക്കൂറിന്റെ വീട് കുടിയിരിക്കലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കണ്ടു. സുബഹി മുതൽ രാത്രി കുത്തുബിയത്തിന്റെ അവസാനം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വിതരണം നടന്ന് ദുആ ചെയ്ത് പിരിയുന്നത് വരെയുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും കണ്ടത്. ഈ നിൽക്കുന്നതാണ് വീടിന്റെ ഉടമ കേട്ടോ, ഷുക്കൂറാണ്. അള്ളാഹു താല ഇദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പിന്നെ നമ്മുടെ ഷുക്കൂറിന്റെ വാപ്പ മരിച്ച ചെറിയൊരു വിഷമം കൂടിയുണ്ട്. അപ്പോൾ അള്ളാഹു താല വാപ്പാന്റെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കുമാറാവട്ടെ. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഒരു എന്റർടൈം ആണെങ്കിലും കൂടി നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം, ഒരു വീട് കുടിയിരിക്കലും കല്യാണമൊക്കെ ഏതുപോലെ കഴിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഇസ്ലാമിക വീക്ഷണം കൂടിയാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനേക്കാളും ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് കേട്ടോ. നമ്മളെ മുത്തച്ഛനാൻ നൗഷാദ്, സിദ്ദീഖ്, ഇസ്മായിൽ, നമ്മളെ പിന്നെ സീദുൽ ഉസ്താദൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനേക്കാളും വ്യത്യസ്തമായ നല്ല അടിപൊളി കിടിലൻ കാഴ്ചകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് SR മീഡിയ